നിലമ്പൂരിൽ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ വ്യക്തത വന്നു. 10 പേരാണ് മത്സരരംഗത്ത്. PV അൻവറിന് കത്രികയാണ് ചിഹ്നം. ഇതോടൊപ്പം ഇന്ന് കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള ബന്ധം വീണ്ടും മോശമാകുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. വിശദമായി നോക്കാം. ആദ്യം തലക്കെട്ട്. രാജ്ഭവനുമായി വീണ്ടും ഏറ്റുമുട്ടി സർക്കാർ. രാജ്ഭവനിലെ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താതെ കൃഷിമന്ത്രി. രാജ്ഭവനിലുള്ളത് RSS ഉപയോഗിക്കുന്ന ചിത്രമെന്ന് P. പ്രസാദ്. പരിസ്ഥിതി ദിനാഘോഷം മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ ദർബാർ ഹാളിലേക്ക് മാറ്റി. പ്രോട്ടോകോൾ തീരുമാനിക്കുന്നത് ഗവർണർ എന്ന രാജ്ഭവൻ. ഭരണഘടനാ വിരുദ്ധമെന്ന് CPM. നിലമ്പൂരിൽ മത്സരരംഗത്ത് 10 സ്ഥാനാർത്ഥികൾ. അൻവറിന്റെ ചിഹ്നം കത്രിക. മത്സരരംഗത്ത് നിന്ന് പിന്മാറാൻ UDF മുന്നിൽ അൻവർ വെച്ചത് വിചിത്ര ഉപാധികൾ. ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും 26-ലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തരാൻ അഗ്രിമെന്റാക്കി പബ്ലിക്കായി പറയുകയാണെങ്കിൽ 26-ൽ ഈ UDF ഗവൺമെന്റിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള മുന്നണി പടയാളിയായിട്ട് ഞാനുണ്ടാകും. അല്ലെങ്കിൽ ഈ പറയുന്ന VD സതീശനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് വരണം. പരിഹസിച്ച് കോൺഗ്രസ്. എനിക്ക് ചിരിയാ വരുന്നത്. ഏതായാലും അദ്ദേഹം ഒരു കാര്യം സംബന്ധിച്ചത് നന്നായി. UDF ആണ് അടുത്തതിന്റെ മന്ത്രിസഭാ രൂപീകരണവും വകുപ്പ് വിഭജനവും നടത്തുന്നതെന്ന് സംബന്ധിച്ചതിന് നന്നായി. നിർമ്മാണത്തിനിടെ ദേശീയപാത തകരാൻ കാരണം മണ്ണിന്റെ കുഴപ്പമെന്ന് ദേശീയപാത അതോറിറ്റി. വീഴ്ച വരുത്തിയ കമ്പനിയെ വിലക്കിയെന്നും ഹൈക്കോടതിയിൽ വിശദീകരണം. ഉപകരാറിലെ അഴിമതി കേന്ദ്രമന്ത്രി ഗഡ്കരിയുമായുള്ള ചർച്ചയിൽ മുഖ്യമന്ത്രി ഉന്നയിക്കാത്തതിനെതിരെ പ്രതിപക്ഷം. കടലിൽ താഴ്ന്ന 13 കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ്, 60 കണ്ടെയ്നറുകളിൽ പോളിമർ അസംസ്കൃത വസ്തുക്കൾ, 46 കണ്ടെയ്നറുകളിൽ തേങ്ങയും കശുവണ്ടിയും. വിശദാംശങ്ങൾ ഹൈക്കോടതി അറിയിച്ച സർക്കാർ. സംസ്ഥാനത്ത് നാളെ ബലിപ്പെരുന്നാൾ അവധിയില്ല. നാളത്തെ അവധി ശനിയാഴ്ചത്തേക്ക് മാറ്റി. 2 ദിവസം അവധി വേണമെന്ന് മുസ്ലിം ലീഗും കോൺഗ്രസും. തൃശൂർ പടിയൂരിൽ ഭാര്യയുടെ അമ്മയും കൊലപ്പെടുത്തിയ പ്രേംകുമാറിനായി തെരച്ചിൽ ശക്തമാക്കി പോലീസ്. ഭാര്യയുടെ മൃതദേഹത്തിൽ ആൺ സുഹൃത്തുക്കളുടെ ചിത്രം ഒട്ടിച്ചുവെച്ചു. പ്രേംകുമാർ 6 വർഷം മുമ്പ് ആദ്യ ഭാര്യയെ കൊന്ന കേസിലെ പ്രതി. ബംഗളൂരുവിൽ ദുരന്തത്തിന് ഇടയാക്കിയത് ആസൂത്രണത്തിലെ ഗുരുതര പിഴവ്. പരസ്പരം കുറ്റപ്പെടുത്തി കർണാടക സർക്കാരും BCCIയും. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം. മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ DK ശിവകുമാർ. ಯಾವ ಫ್ಯಾಮಿಲಿನೂ ಡೈಜೆಸ್ಟ್ ಮಾಡ್ಕೊಳ್ಳೋಕೆ ಸಾಧ್ಯ ಇಲ್ಲ. ಪೊಲೀಸ್ ಕಮಿಷನರ್ ಅವರು ನನಗೆ ಇಮಿಡಿಯೇಟ್ ಆಗಿ 10 ಮಿನಿಟ್ಸ್ ಅಲ್ಲಿ ಕ್ಲೋಸ್ ಮಾಡ್ಸಕ್ಕೆ ಒಂದು ചൊവ്വാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് സർക്കാരിനോട് കർണാടക ഹൈക്കോടതി. ലൈവ് അറ്റ് 6ലേക്ക് വിശദമായി. ഗവർണറും സർക്കാരും വീണ്ടും നേർക്കുനേർ. രാജ്ഭവനിൽ സർക്കാർ പരിപാടി നടത്തണമെങ്കിൽ ഭാരതമാതാവിന്റെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നിർബന്ധമെന്ന ഗവർണറുടെ നിബന്ധന തള്ളി സംസ്ഥാന സർക്കാർ. കൃഷി വകുപ്പിന്റെ പരിസ്ഥിതി ദിനാഘോഷം രാജ്ഭവനിൽ നിന്ന് മാറ്റിയ സർക്കാർ ഗവർണറെയും ഒഴിവാക്കി. RSSകാർ ഉപയോഗിക്കുന്ന ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്താനുള്ള നിർദ്ദേശം അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് P. പ്രസാദ് പറഞ്ഞു. സംസ്ഥാന സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള ഏറ്റുമുട്ടലിലാണ് വിവാദം കളമൊരുക്കുന്നത്. പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഒരുക്കങ്ങളെക്കുറിച്ചുള്ള ആശയവിനിമയത്തിനിടയിലാണ് സെൻട്രൽ ഹാളിലെ ഭാരതമാതാവിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നിർബന്ധമെന്ന് കൃഷി വകുപ്പിനോട് രാജ്ഭവൻ വ്യക്തമാക്കിയത്. പുഷ്പാർച്ചന നടത്തേണ്ട ചിത്രവും അയച്ചു നൽകി. അപകടം തിരിച്ചറിഞ്ഞ കൃഷിമന്ത്രി മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ടു. ഒരു കാരണവശാലും നിബന്ധന അംഗീകരിക്കേണ്ടെന്ന് മുഖ്യമന്ത്രി. ഗവർണറെ ഒഴിവാക്കി പരിപാടി സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലേക്ക് മാറ്റാനും പിണറായി വിജയന്റെ നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറിയും ദർബാർ ഹാളിലെ പരിപാടിയിൽ പങ്കെടുത്തു. ഭാരതമാതാവിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിനോട് വിരോധമില്ലെന്നും
RSSകാർ ഉപയോഗിക്കുന്ന ചിത്രം സർക്കാർ പരിപാടികൾ കൊണ്ടുവരുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു. രൂക്ഷമായ ഭാഷയിൽ ഗവർണറെയും മന്ത്രി വിമർശിച്ചു. പക്ഷേ നമുക്ക് നേരത്തെ തന്നെ പരിപാടിയെക്കുറിച്ച് സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ തന്നെ രാജ്ഭവനിലേക്ക് പരിപാടിയുടെ അറിയിപ്പുകൾ ചെന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രോഗ്രാം നിശ്ചയിക്കാറുണ്ട്. അങ്ങനെ പ്രോഗ്രാം നിശ്ചയിച്ച് നൽകി. ആ പ്രോഗ്രാമിൽ ഇന്നലെ വൈകുന്നേരം സന്ധ്യയ്ക്ക് ശേഷം പൊടുന്നനവേ ഒരു മാറ്റം വരുത്തിയുണ്ടായി. ആ മാറ്റം നമുക്ക് ഗവൺമെന്റിന്റെ പരിപാടിക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മാറ്റമാണ് അവിടെ ഉണ്ടായത്. അത് അംഗീകരിക്കാൻ സർക്കാരിന് പ്രയാസമാണെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആ പരിപാടി അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ ദർബാർ ഹാളിൽ സംസ്ഥാന കൃഷി വകുപ്പിന്റെ പരിസ്ഥിതി ദിന ആചരണത്തിന്റെ ഭാഗമായുള്ള പരിപാടി സംഘടിപ്പിക്കുകയും സെക്രട്ടേറിയറ്റ് വളപ്പിൽ ഫലവൃക്ഷ തൈകൾ നട്ടുകൊണ്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. രാജ്ഭവനിലെ പ്രോട്ടോകോൾ തീരുമാനിക്കാനുള്ള അവകാശം ഗവർണർക്കാണെന്നാണ് രാജ്ഭവന്റെ വിശദീകരണം. ഭാരതമാതാവിന്റെ ചിത്രം സെൻട്രൽ ഹാളിൽ സ്ഥിരമായി ഉള്ളതാണെന്നും രാജ്ഭവൻ പറയുന്നു. എന്നാൽ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഗവർണറെ വന്ന ശേഷമാണ് ചിത്രം സെൻട്രൽ ഹാളിൽ എത്തിയത്. സർക്കാർ ഒഴിവാക്കിയെങ്കിലും രാജ്ഭവൻ വളപ്പിൽ വൃക്ഷത്തൈ നട്ട് ഗവർണർ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. സർക്കാരും ഗവർണറും തമ്മിലുള്ള ബന്ധം തീർത്തും മോശമാക്കുന്ന തലത്തിലേക്ക് പുതിയ വിവാദം വളരാനാണ് സാധ്യത. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യത്തെ കാവ്യവൽക്കരിക്കാൻ ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങൾ നടക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഭാരതാംബ എന്ന ഔദ്യോഗിക ചിഹ്നം എവിടെയെങ്കിലും ഉണ്ടോ എന്നും MV ഗോവിന്ദൻ ചോദിച്ചു. ആ ഫോട്ടോ ഏതാണ് എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് ഏത് ഫോട്ടോ ആര് പറഞ്ഞു എന്ത് ഭാരതാംബ, ഏത് ഭാരതാംബ? ഭാരതാംബ എന്ന് പറയുന്ന ഒരു ഔദ്യോഗിക ചിഹ്നോ ഔദ്യോഗിക രൂപമോ ഇല്ല. ഇന്നതാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? അങ്ങനെയാണോ തീരുമാനിക്കണം. RSSന്റെ കൃത്യമായ അജണ്ട അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കുന്ന ഫോട്ടോ, ആ തയ്യാറാക്കുന്ന ഫോട്ടോ ഇന്ത്യയുടെ ഫോട്ടോ കൂടിയല്ല. ഭരണഘടനാ വിവാദത്തിൽ പ്രതികരിച്ച് മന്ത്രി P രാജീവ്. ഭരണഘടനാപരമായ ചിഹ്നങ്ങളാണ് പൊതുവായി പരിപാടിയിൽ പിന്തുടരേണ്ടത്. അതിന് വ്യത്യസ്തമായ സമീപനം വന്നത് ശരിയായ രീതിയിലല്ലെന്നും രാജീവ് പറഞ്ഞു. ഭരണഘടനാപരമായ ചുമതലകൾ വഹിക്കുന്ന ആളുകൾ ഭരണഘടനാപരമായ ചിഹ്നങ്ങൾ, ഭരണഘടനാപരമായിട്ടുള്ള ഉള്ളടക്കമുള്ള സംവിധാനങ്ങൾ അതാണ് പൂർണ്ണമായിട്ടും പിന്തുടരേണ്ടത്. ഓരോരുത്തർക്കും അവരവരുടേതായ രാഷ്ട്രീയ നിലപാടും ആശയ നിലപാടും പ്രത്യയശാസ്ത്ര നിലപാടും എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ നമ്മളൊരു സംവിധാനത്തിന്റെ ഭാഗമായി ചുമതല വഹിക്കുമ്പോൾ അതിന് കീഴിലേക്കാണ് എല്ലാവരും വരേണ്ടത്. അത് ഇപ്പോൾ ഏതെങ്കിലും പാർട്ടിയുടെയോ ഏതെങ്കിലും സംവിധാനത്തിന്റെയോ താല്പര്യങ്ങൾക്കനുസരിച്ച് ഭരണഘടനാപരമായിട്ടുള്ള ചുമതല വഹിക്കുന്ന ആളുകൾ പ്രവർത്തിക്കാൻ പാടില്ല. വിവാദങ്ങൾക്കിടെ രാജ്ഭവനിൽ നടന്ന പരിസ്ഥിതി ദിനാചരണ ചടങ്ങിന്റെ ചിത്രം പുറത്തുവിട്ട രാജ്ഭവൻ. കാവിക്കൊടി പിടിച്ചു നിൽക്കുന്ന ഭാരതമാതാവിന്റെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്ന ചിത്രവും ഇതിലുണ്ട്. നിലമ്പൂരിൽ പോരാട്ടം വ്യക്തമായി. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. 10 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവറിന് കത്രികയാണ് ചിഹ്നമായി ലഭിച്ചത്. സമയപരിധി അവസാനിച്ചപ്പോൾ പിൻവലിച്ചത് 4 പേരുടെ നോമിനേഷനുകൾ. ഡമ്മി സ്ഥാനാർത്ഥികളും PV അൻവറിന്റെ അപരനായി എത്തിയ അൻവർ സദത്തും പത്രികകൾ പിൻവലിച്ചു. PV അൻവറിന് കത്രികയാണ് ചിഹ്നമായി ലഭിച്ചത്. തന്നെ കുടുക്കിയ കത്രികപ്പൂട്ടിനെ കത്രിക കൊണ്ട് നേരിടുമെന്ന് PV അൻവർ. അത് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ കോലത്തിൽ നിൽക്കേണ്ടി വന്നത് പിണറായിയും VD സതീശനും കൂടിയിട്ടുള്ള എന്നെ കത്രികപ്പൂട്ടിൽ കുടുക്കിയതാണ്. ആ കത്രികപ്പൂട്ടിനെ കത്രിക കൊണ്ട് തന്നെ നേരിടാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. മുൻപ് 2 തവണയും നിലമ്പൂരിൽ സ്വതന്ത്രമായി മത്സരിച്ചപ്പോൾ ഓട്ടോറിക്ഷയായിരുന്നു അൻവറിന്റെ ചിഹ്നം. എന്നാൽ ഓട്ടോറിക്ഷ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഔദ്യോഗിക ചിഹ്നമായി അനുവദിച്ചതോടെയാണ് അൻവറിന് വീണ്ടും കത്രിക എടുക്കേണ്ടി വന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മത്സരിച്ചപ്പോഴും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി മത്സരിച്ചപ്പോഴും കത്രിക തന്നെയായിരുന്നു അൻവറിന്റെ ചിഹ്നം. ഇപ്പോൾ വീണ്ടും സ്വതന്ത്രനായി അൻവർ കത്രികയുമായി ഇറങ്ങുമ്പോൾ അന്നത്തെ വിധി ആവർത്തിക്കുമോ എന്നതും ഈ കത്രിക ഏതെല്ലാം മുന്നണികളുടെ വോട്ട് ബാങ്കിനെ വെട്ടിമുറിക്കുമെന്നതുമാണ് കണ്ടറിയേണ്ടത്. ആയിരടൻ ഷൗക്കത്ത് കൈപ്പത്തിയിലും M സ്വരാജ് ചുറ്റികാരിവാൾ നക്ഷത്രം ചിഹ്നത്തിലും മോഹൻ ജോർജ് താമര ചിഹ്നത്തിലും മത്സരിക്കുമ്പോൾ SDPI സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സാദിഖ് നടുത്തുടിക്ക് ബലൂണാണ് ചിഹ്നമായി ലഭിച്ചത്. ന്യൂസ് 18
മലപ്പുറം. മത്സരത്തിൽ നിന്ന് പിന്മാറണമെങ്കിൽ ചില ഉപാധികൾ ഉണ്ടെന്നായിരുന്നു രാവിലെ PV അൻവറിന്റെ പ്രഖ്യാപനം. 2026 ആഭ്യന്തര വകുപ്പും വനം വകുപ്പും നൽകണമെന്നും VD സതീഷിനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുമാണ് അൻവർ മുന്നോട്ട് വെച്ച ഉപാധി. അതേസമയം ചിരിപ്പിക്കുന്നതാണ് അൻവറിന്റെ ആവശ്യങ്ങളെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പരിഹസിച്ചു. അൻവറിന് മുന്നിൽ ഇനി വാതിൽ തുറക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. എന്നെ ഇന്ന് രാവിലെ 9 മണി വരെ വീണ്ടും വിളിച്ചിട്ടുണ്ട്. വളരെ ഉത്തരവാദിത്തപ്പെട്ടവർ. ഞാൻ അവരുടെ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. VD സതീശനെ UDFന്റെ സ്ഥാനത്തിരുത്തിക്കൊണ്ട് ഞാൻ അതിലേക്ക് വരില്ല. കാരണം ഒരു പിണറായിയെ ഇറക്കിയിട്ട് മറ്റൊരു പിണറായിയെ പിണറായിയെ കയറ്റാൻ ഞാനില്ല. ഇനി അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പണി ചെയ്യാം. മുഖ്യമന്ത്രി പദം ഏതായാലും നിങ്ങൾ തരില്ല. ഞാൻ ഏറ്റെടുത്ത വിഷയം ഇവിടുത്തെ ഫോറസ്റ്റും ഇവിടുത്തെ പോലീസുമാണ്. ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും 26 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തരാൻ അഗ്രിമെന്റാക്കി പബ്ലിക്കായി പറയുകയാണെങ്കിൽ 26 ഈ UDF ഗവൺമെന്റിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള മുന്നണി പടയാളിയായിട്ട് ഞാൻ ഉണ്ടാകും. ഒന്നുകിൽ ഈ രണ്ടും എനിക്ക് തരണം, അല്ലെങ്കിൽ ഈ പറയുന്ന VD സതീശനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് വരണം. ഈ പ്രതിപക്ഷ നേതാവിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണം. 2026 വനം വകുപ്പും ആഭ്യന്തര വകുപ്പും നൽകണം. മലപ്പുറം ജില്ല തിരുവമ്പാടി കൂട്ടിച്ചേർത്ത് വേറെ ജില്ലയാക്കണം. തുടങ്ങി കേൾക്കുമ്പോൾ തന്നെ ആർക്കും അമ്പരപ്പ് തോന്നുന്ന കാര്യങ്ങളാണ് അൻവർ മുന്നോട്ട് വയ്ക്കുന്നത് UDFന് മുമ്പിൽ. അമ്പരപ്പല്ല, എനിക്ക് ചിരിയാ വരുന്നത്. ഏതായാലും അദ്ദേഹം ഒരു കാര്യം സമ്മതിച്ചത് നന്നായി. UDF ആണ് അടുത്തതിൻ്റെ മന്ത്രിസഭാ രൂപീകരണവും വകുപ്പ് വിഭജനവും നടത്തുന്നതെന്ന് സമ്മതിച്ചതിന് നന്നായി. ഈ ഇലക്ഷൻ രണ്ട് മുന്നണികൾ തമ്മിലുള്ള UDFും LDFും തമ്മിലുള്ള മത്സരം തന്നെയാണ്. അതിൽ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് പ്രസക്തിയില്ല. ചർച്ചയുടെ എല്ലാ വാതിലും അടച്ചു. UDF തീരുമാനിച്ചാൽ ഒരു ചർച്ചയില്ല. വി മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. UDF ഏകകണ്ഠമായെടുത്ത തീരുമാനമാണ്. ചർച്ചയുടെ എല്ലാ വാതിലും അടഞ്ഞു. ഇനി ഒരു ചർച്ചയില്ല അതിനെപ്പറ്റി. എല്ലാ ചർച്ചയുടെയും വാതിലുകൾ ഞങ്ങൾ അടച്ചു. ഉത്തരം എൻ്റെ നാവിൻ്റെ തുമ്പത്തുണ്ട്, പക്ഷെ ഞാൻ പറയുന്നു. ദേശീയപാത തകർന്നുമായി ബന്ധപ്പെട്ട നാഷണൽ ഹൈവേ അതോറിറ്റി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. മണ്ണിന്റെ ദൃഢതക്കുറവാണ് പാത തകരാൻ കാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കരാറുകാരെ വിലക്കിയ കാര്യവും NHAI ഹൈക്കോടതിയെ ബോധിപ്പിച്ചു. മണ്ണിന്റെ കുഴപ്പം കൊണ്ട് റോഡ് തകർന്നു എന്ന വിശദീകരണമാണ് NHAI ഹൈക്കോടതിയിൽ നൽകിയത്. ദൃഢതയില്ലാത്ത മണ്ണാണ് അടിസ്ഥാനമായി ഉപയോഗിച്ചത്. സമീപത്ത് വെള്ളം കെട്ടിനിന്നത് മണ്ണിന്റെ ദൃഢത ഇല്ലാതാക്കി. പ്രഥമദൃഷ്ട്യാ കരാറുകാരുടെ വീഴ്ചയാണെന്നും റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു. പുതിയ കരാറുകളിൽ നിന്നും നിലവിലെ കരാറുകളിൽ നിന്നും കമ്പനിയെ വിലക്കിയിട്ടുണ്ട്. പ്രോജക്റ്റ് കൺസൾട്ടൻസിയെയും വിലക്കിയിട്ടുണ്ട്. പ്രശ്നം പരിഹരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു. പാലം നിർമ്മിക്കാനാണ് നിലവിലെ തീരുമാനം. IIT ഡൽഹിയിലെ വിരമിച്ച പ്രൊഫസർക്ക് മേൽനോട്ട ചുമതല നൽകി. പ്രത്യേക മേൽനോട്ടത്തിൽ 2 അംഗ വിദഗ്ധ സമിതി ഇതിനകം പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി. സമിതി പരിഹാര നിർദ്ദേശങ്ങൾ നിർദ്ദേശിച്ചുവെന്നും നാഷണൽ ഹൈവേ അതോറിറ്റി വിശദീകരിക്കുന്നു. പുനർനിർമ്മാണം പൂർത്തിയാക്കാൻ പ്രത്യേകം മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. ദേശീയപാത നിർമ്മാണത്തിൽ ഉപകരാറിലൂടെ കോടികളുടെ അഴിമതി നടന്നതിനെക്കുറിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യാത്തതെന്തെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിൽ ഡബിൾ എഞ്ചിൻ സർക്കാരാണ്. മുഖ്യമന്ത്രിയും ഗഡ്കരിയും തമ്മിലുള്ള കൂട്ടുകെട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഗുരുതരമായ അഴിമതിയാണ് ഉണ്ടായിരിക്കുന്നത്. കൊച്ചി തീരത്തിനടുത്ത് മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകളിലുള്ള വസ്തുക്കളുടെ പട്ടിക പുറത്തുവിട്ട് സംസ്ഥാന സർക്കാർ. അപകടകരമായ കാൽസ്യം കാർബൈഡ് മുതൽ കശുവണ്ടി, മരത്തടി, പ്ലാസ്റ്റിക് ഗ്രാന്യൂളുകൾ തുടങ്ങിയവയായിരുന്നു കപ്പലിലെ 641 കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത്. അറബിക്കടലിൽ മുങ്ങിയ MSC എൽസാ3 എന്ന ലൈബീരിയൻ കപ്പലിലെ കണ്ടെയ്നറുകളിൽ എന്തായിരുന്നു എന്ന ദുരൂഹതയാണ് പട്ടിക പുറത്തു വന്നതോടെ അവസാനിച്ചത്. നിലവിൽ സർക്കാർ പുറത്തുവിട്ട പട്ടിക പ്രകാരം 641 കണ്ടെയ്നറുകളിൽ 13 എണ്ണത്തിൽ കാൽസ്യം കാർബൈഡാണ് ഉണ്ടായിരുന്നത്. ഇത് വെള്ളവുമായി ചേർന്നാൽ തീ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിലെ 8 എണ്ണം കപ്പലിലെ അകത്തെ അറയിലായിരുന്നു സൂക്ഷിച്ചത്. ക്യാഷ് എന്നെഴുതിയ 4 കണ്ടെയ്നറുകളിൽ കശുവണ്ടിയാണ്. 39 എണ്ണത്തിൽ തുണി നിർമ്മാണത്തിനുള്ള പഞ്ഞിയും, 46 കണ്ടെയ്നറുകളിൽ തേങ്ങയും കശുവണ്ടിയും, 87 കണ്ടെയ്നറുകളിൽ തടിയുമായിരുന്നു. പ്ലാസ്റ്റിക് വസ്തുക്കളുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന ലീനിയർ ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ, പോളിപ്രൊപ്പലൈൻ എന്നിവയും ഉണ്ടായിരുന്നു. ഇവയാണ് തെക്കൻ ജില്ലകളിലെ തീരദേശങ്ങളിൽ വ്യാപകമായി അടിഞ്ഞിരിക്കുന്നത്. ഇതിനൊപ്പം 71 ഒഴിഞ്ഞ കണ്ടെയ്നറുകളും കപ്പലിൽ ഉണ്ടായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. തിരികെ ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ബലിപെരുന്നാൾ അവധി ശനിയാഴ്ചയാണ്. നാളത്തെ അവധി മറ്റന്നാളത്തേക്ക് മാറ്റി. നാളെ സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്കൂളുകൾക്കും പ്രവൃത്തി ദിനമായിരിക്കും. നേരത്തെ 2 ദിവസം അവധി വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. 2 ദിവസം
അവധി നൽകണമെന്ന് മുസ്ലിം ലീഗും കോൺഗ്രസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെരുന്നാൾ അവധിയിലും വിവാദം കത്തുകയാണ്. അറഫ ദിനത്തിൽ നേരത്തെ പ്രഖ്യാപിച്ച പെരുന്നാൾ അവധി സർക്കാർ നിഷേധിച്ചത് തെറ്റാണെന്നും അവധി പുനഃസ്ഥാപിക്കണമെന്നും KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ ആവശ്യപ്പെട്ടു. നേരത്തെ പ്രഖ്യാപിച്ച വെള്ളിയാഴ്ചയിലെ അവധി ശനിയാഴ്ചത്തേക്ക് മാറ്റിയത് നീതീകരിക്കാൻ കഴിയില്ലെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി P അബ്ദുൽ ഹമീദ് മാസ്റ്ററും പറഞ്ഞു. വെള്ളിയാഴ്ച അവധിയെ പ്രഖ്യാപിക്കണമെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം ആവശ്യപ്പെട്ടു. ബക്രീദ് അവധിയിൽ ലീഗ് വിവാദമുണ്ടാക്കുകയാണെന്നായിരുന്നു മന്ത്രി P രാജീവിന്റെ ഇതിനോടുള്ള പ്രതികരണം. അവധി എന്ത് ഉദ്ദേശത്തിനാണോ അതിന്റെ അടിസ്ഥാനത്തിലാണ് നൽകുന്നത്. വിവാദം അനാവശ്യമാണെന്ന് മന്ത്രി പ്രതികരിച്ചു. എന്തുകൊണ്ടാണ് ഈ വെള്ളിയാഴ്ച മാറ്റി ശനിയാഴ്ചയ്ക്ക് മാറ്റിയത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഗവൺമെന്റിന്റെ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. ആരെ സംതൃപ്തമാക്കാനാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. കലണ്ടർ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. ഫ്രൈഡേ ഓഫാണ്, റെഡായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിനകത്തും പുറത്തുള്ള ഒരുപാട് കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾ, ജോലിക്കുള്ള ആൾക്കാർ, ഉദ്യോഗസ്ഥന്മാരൊക്കെ പോയി ഇന്ന് വണ്ടിയൊക്കെ റിസർവ് ചെയ്ത് പോരാൻ വേണ്ടി നാട്ടിൽ പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഇപ്പോൾ നാളത്തെ അവധി പിൻവലിച്ചു എന്ന് അറിയാൻ സാധിക്കുന്നത്. അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനും പറ്റാത്തൊരു കാര്യമാണ്. അല്ല, നമ്മുടെ മുൻപിൽ അവധി ഒരു പ്രത്യേക ആവശ്യത്തിനാണല്ലോ. അത് വേറെ ദിവസത്തേക്ക് മാറിയതുകൊണ്ടാണ് അവധി ആ ദിവസത്തേക്ക് മാറ്റി നിശ്ചയിച്ചിട്ടുള്ളത്. അവധി എന്തുദ്ദേശത്തിനാണോ അതിനനുസരിച്ചാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പ്രായോഗികമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് വേറെ നോക്കേണ്ടതാണ്. ഗവൺമെന്റിന്റെ മുൻപിൽ സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ എടുക്കേണ്ട സമീപനമാണ്. ഇവിടെ മുസ്ലിം ലീഗ് ഇപ്പോൾ ഓരോന്നിനും വിവാദമാക്കാനാണല്ലോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹജ്ജ് തീർത്ഥാടനത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം തുടങ്ങി. 160 രാജ്യങ്ങളിൽ നിന്നായി 18 ലക്ഷത്തോളം തീർത്ഥാടകർ അറഫയിലെത്തി. രാവിലെ മുതൽ മിനായിൽ നിന്ന് അറഫയിലേക്ക് തീർത്ഥാടകരുടെ പ്രവാഹമായിരുന്നു. അറഫയിൽ പ്രാർത്ഥന പൂർത്തിയാക്കി തീർത്ഥാടകർ സൂര്യാസ്തമയ ശേഷം മുസ്ദലിഫയിലേക്ക് നീങ്ങും. വെള്ളിയാഴ്ച പുലർച്ചെ മിനായിൽ തിരിച്ചെത്തും. അവിടെ ജംറയിൽ കല്ലേറ് കർമ്മം നിർവഹിച്ച് മുടിമുറിക്കുന്നതോടെ ഹജ്ജിന് അർദ്ധവിരാമമാകും. നാളെ ഗൾഫിൽ ബലിപ്പെരുന്നാളാണ്. അയോധ്യ രാമക്ഷേത്രത്തിലെ 2ാം പ്രാൺ പ്രതിഷ്ഠ ചടങ്ങുകൾ നടന്നു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പ്രത്യേക പൂജകൾക്ക് ശേഷമായിരുന്നു പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. ചടങ്ങുകളോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. രാവിലെ 11 മണിക്ക് ആരംഭിച്ച ചടങ്ങുകൾ 1 മണിക്കൂറോളം നീണ്ടുനിന്നു. പ്രാൺപ്രതിഷ്ഠയുടെ ഭാഗമായി ജൂൺ 3-ന് ആരംഭിച്ച പൂജാ ചടങ്ങുകളുടെ സമാപനം കൂടിയായിരുന്നു ഇന്ന്. വൈദിക സമിതി യോഗത്തിനെ ചൊല്ലി സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംഘർഷം. മേജർ ആർച്ച് ബിഷപ്പ് റഫേൽ തട്ടിൽ വിളിച്ചു ചേർത്ത യോഗത്തിന് എത്തിയ ചില വൈദികരെ ഒരു വിഭാഗം വിശ്വാസികൾ തടഞ്ഞു. സഭാ നടപടികൾ നേരിടുന്ന വൈദികരെ യോഗത്തിൽ പങ്കെടുപ്പിക്കുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധിച്ചവരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. കുർബാന ഏകീകരണ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് വൈദിക സമിതി ചേർന്നത്. സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലെ നിർദ്ദേശപ്രകാരമാണ് യോഗം വിളിച്ചത്. അതിരൂപത വൈദിക സമിതിക്ക് പുറമെ ആലോചനാ സമിതി, ഫൊറോന വികാരിമാർ എന്നിവരോടും യോഗത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സഭാ ഉത്തരവുകൾ ലംഘിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴായി അച്ചടക്ക നടപടി നേരിട്ട വൈദികർ യോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന് വിശ്വാസി കൂട്ടായ്മ പ്രഖ്യാപിച്ചു. അച്ഛന്മാര് പണിയെടുത്ത് ജീവിക്കട്ടെ, ഞങ്ങളുടെ സ്വത്ത് കൊണ്ട് എന്തിനാ അവർ ജീവിക്കുന്നു? അവര് വാരിയെല്ലാം അടിച്ച് പോലീസുകാരുടെ ഓടിച്ചല്ലോ, എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തില്ല? പാമ്പ്ലാനിയും തട്ടിലും വന്ന് ഞങ്ങളോട് പറയണം. ഞങ്ങളോട് മാപ്പ് പറയാതെ ഈ ബസിലിക്കയിൽ നിന്ന് ഈ സമൂഹം പുറത്തിറങ്ങില്ലെന്ന് അതിനിഗ്ധമായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളുടെ കുറെ നേതാക്കന്മാരെ കൊണ്ടുപോയെന്ന് പറഞ്ഞോട്ട് ഒന്നും തന്നെ സംഭവിക്കാൻ പോലില്ല. നിങ്ങൾ പോലീസുകാരോടൊരു അഭ്യർത്ഥനയുണ്ട്, നിങ്ങൾ നന്നായി നിന്നാൽ നിങ്ങൾക്ക് നല്ലത്. വൈദികരെ തടഞ്ഞു തുടങ്ങിയതോടെ കാര്യങ്ങൾ കൈവിട്ടു. തുടർന്ന് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. എന്നാൽ പോലീസ് നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തത്
സഭാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണോ എന്ന് വ്യക്തമാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഞങ്ങളിവിടെ എന്തായിട്ട് ഞങ്ങൾ സമാധാനപരമായിട്ട് ഞങ്ങളിവിടെ പ്രതിഷേധിക്കുമായിരുന്നു. ഞങ്ങൾ പോലീസുകാരുടെ അടുത്ത് മിക്കട്ടേറിയോ പോലീസുകാരെ ഉപദ്രവിക്കുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ വിമതന്മാരുടെ വൈദികർ പോലീസുകാരെ വരെ നട്ടല്ലോ വാരിയിൽ ഒടിച്ച ആൾക്കാർ ക്രിമിനൽസ് വരെ ഇപ്പൊ കയറിയേക്കുവാണ്. അപ്പൊ ഇവർക്കൊന്നും കാണുന്നില്ല. ഇവര് കുർബാന ഏകീകരണം ഉൾപ്പെടെ അതിരൂപതയിൽ തർക്കം നിലനിൽക്കുന്ന വിഷയങ്ങളിലാണ് ചർച്ചകൾ നടന്നത്. കുർബാന വിഷയത്തിൽ ഇപ്പോഴും രമ്യതയിലെത്താത്ത എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംഘർഷ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. തൃശൂർ പടിയൂരിൽ ഭാര്യയെയും അമ്മയെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്കായി തെരച്ചിൽ ഊർജിതമാക്കി പോലീസ്. കാറളം വെള്ളാനി സ്വദേശിനി രേഖ, അമ്മ മണി എന്നിവരെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട രേഖയുടെ രണ്ടാം ഭർത്താവ് കോട്ടയം സ്വദേശി പ്രേംകുമാറിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആദ്യ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയ കാട്ടിൽ കുഴിച്ചുമൂടിയ കേസിൽ പ്രതിയാണ് പ്രേംകുമാർ. കാറളം വെള്ളാനി സ്വദേശി രേഖ, അമ്മ മണിരേഖ എന്നിവരെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവ ദിവസം രേഖയുടെ ഭർത്താവ് പ്രേംകുമാറിനെ വീട്ടിൽ കണ്ടവരുണ്ട്. ഭാര്യയെ സംശയം കാരണം പ്രേംകുമാർ കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. രേഖയുടെ മൃതദേഹത്തിൽ 3 ചിത്രങ്ങളും പ്രതി കുത്തിവച്ചിരുന്നു. രേഖയുടെ ആദ്യ വിവാഹ ചിത്രവും പ്രേംകുമാറുമായുള്ള വിവാഹ ചിത്രവും രേഖയുടെ സുഹൃത്തായ അധ്യാപകന്റെ ചിത്രവുമാണ് കുത്തിവച്ചിരുന്നത്. രേഖ ഭർത്താവ് പ്രേംകുമാറിനെതിരെ പോലീസിൽ നേരത്തെ പരാതി നൽകിയിരുന്നു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് രേഖയുമായി സഹോദരി അവസാനം സംസാരിച്ചത്. പിന്നീട് കേൾക്കുന്നത് കൊലപാതക വാർത്തയാണ്. ആദ്യ ഭാര്യയായ വിദ്യയെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പ്രേംകുമാർ. കേരളത്തെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു അത്. അതിനുശേഷമാണ് ഇയാൾ അധ്യാപികയായ രേഖയെ പരിചയപ്പെടുന്നതും വിവാഹം കഴിച്ചതും. രേഖ തന്നെ ഉപേക്ഷിക്കുമെന്ന സംശയമാണ് പ്രതിയെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നിഗമനം. സുഹൃത്തായ അധ്യാപകനുമായി രേഖയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നതായി പ്രതി സംശയിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. ആസൂത്രണത്തിലും ഏകോപനത്തിലുമുണ്ടായ ഗുരുതര പിഴവാണ് ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ 11 പേരുടെ മരണത്തിന് ഇടയാക്കിയ ദുരന്തത്തിന് വഴിവെച്ചത്. ദുരന്തത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പരിക്കേറ്റ 47 പേരും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. സർക്കാർ സ്പോൺസേഡ് ദുരന്തമാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സംഭവത്തിൽ സർക്കാരിനോട് കർണാടക ഹൈക്കോടതി വിശദീകരണം തേടി. കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് കേസെടുത്തു. വിജയാഘോഷം വലിയ ദുരന്തത്തിന് വഴിയൊരുക്കിയതിന്റെ ബാക്കിപത്രമാണിത്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ ഗേറ്റുകളിൽ ചെരുപ്പുകളുടെ കൂമ്പാരം. 32,000 പേർക്കിരിക്കാൻ കപ്പാസിറ്റിയുള്ള ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് ഇന്നലെ എത്തിയത് 2 ലക്ഷത്തിലധികം പേർ. നിയന്ത്രിക്കാനുണ്ടായിരുന്നത് 5000-ൽ താഴെ പോലീസുകാർ മാത്രം. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ പോലീസ് ഉദ്യോഗസ്ഥരെ പരിപാടിയുടെ അജണ്ടയും മറ്റു കാര്യങ്ങളും മുൻകൂട്ടി അറിയിച്ചില്ല. സൗജന്യ പാസ് സംബന്ധിച്ചും ആശയക്കുഴപ്പമുണ്ടായി. 21 ഗേറ്റുകളുള്ള സ്റ്റേഡിയത്തിൽ തുറന്ന ഗേറ്റുകളിലൂടെ അകത്ത് കടക്കാൻ ആരാധകർ തിക്കിത്തിരക്കിയതോടെ നിയന്ത്രണം കൈവിട്ടു. ഗേറ്റുകളിൽ ബാരിക്കേഡ് സ്ഥാപിക്കാത്തതും ദുരന്തത്തിന്റെ ആക്കം കൂട്ടി. പോലീസുമായി കൃത്യമായ ആശയവിനിമയമില്ലാതെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് വിജയാഘോഷം ആസൂത്രണം ചെയ്തത്. താരങ്ങളുമായുള്ള പരേഡിലും അവസാന നിമിഷം വരെ സർവത്ര ആശയക്കുഴപ്പമായിരുന്നു. പരിപാടി ഞായറാഴ്ചയിലേക്ക് മാറ്റണമെന്ന പോലീസ് നിർദ്ദേശം രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് അട്ടിമറിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. IPL കിരീടം സ്വന്തമാക്കിയ RCBക്ക് സ്വീകരണം ഒരുക്കാൻ ഇന്നലെ ബംഗളൂരുവിൽ സംഘടിപ്പിച്ചത് 2 പരിപാടികൾ. കർണാടക സർക്കാരിന്റെ നേതൃത്വത്തിൽ വിധാൻ സൗദയ്ക്ക് മുന്നിലും കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലും. സംഭവത്തിൽ സർക്കാർ മജിസ്ട്രിയൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകും. പോലീസ് വീഴ്ച വ്യക്തമാക്കാതെയാണ് കർണാടക DGP സർക്കാരിന് നൽകിയ പ്രാഥമിക റിപ്പോർട്ട്. സംഭവം രാഷ്ട്രീയ വിവാദത്തിനും തിരികൊളുത്തി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് BJP രംഗത്തെത്തി. സർക്കാർ സ്പോൺസേഡ് ദുരന്തമെന്നും കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനാണ് ദുരന്തത്തിന്റെ ഉത്തരവാദിത്വമെന്നും പ്രതിപക്ഷ പാർട്ടികൾ കുറ്റപ്പെടുത്തി. അതേസമയം ദുരന്തത്തിനിടയിലും ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ആഘോഷം തുടർന്നതിലും വ്യാപക വിമർശനം ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ദുരന്തത്തിന് പിന്നാലെ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനും RCB ടീം അംഗങ്ങൾക്കുമെതിരെ വ്യാപക വിമർശനം. വലിയ ദുരന്തമുണ്ടായ വിവരം പുറം ലോകം അറിഞ്ഞിട്ടും സ്റ്റേഡിയത്തിൽ പരിപാടി തുടർന്നതിനാണ് വിമർശനം. I have spoken to the police commissioner and all the people, and only the exact number is not been still this one. So we are at it. We appeal to all of them to still to be calm. How many people died? That is why we cut off a lot of programs were there. We didn't want to continue with the program.
Only within 10 minutes with one round we just closed it. We are taking a little bit time to see that everything comes to the normal position. ഇപ്പോൾ കേട്ടത് ഇന്നലെ ദുരന്തമുണ്ടായതിനു ശേഷം കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ പ്രതികരണമാണ്. വിധാൻ സൗദയിൽ ടീം അംഗങ്ങൾക്ക് നൽകിയ സ്വീകരണത്തിന് ശേഷമായിരുന്നു പ്രതികരണം. ഇനി അദ്ദേഹം നേരെ പോകുന്നത് പരിക്കേറ്റവരെ സന്ദർശിക്കാനായി ആശുപത്രിയിലേക്കാണെന്നാണ് ഏവരും കരുതിയത്. എന്നാൽ പിന്നീട് കണ്ടത് ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. വലിയ ദുരന്തമുണ്ടായ വിവരം പുറം ലോകം അറിഞ്ഞിട്ടും സ്റ്റേഡിയത്തിൽ വിരാട് കോഹ്ലി അടക്കമുള്ള താരങ്ങൾ പങ്കെടുത്ത ആഘോഷ ചടങ്ങുകൾ തുടർന്നു. അതും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ സാന്നിധ്യത്തിൽ. 11 പേരുടെ ജീവന് ഉത്തരവാദിത്തപ്പെട്ടവർ നൽകിയ വിലയാണിത്. വ്യാപക വിമർശനങ്ങൾക്കാണ് ഇത് വഴിയൊരുക്കിയത്. കാര്യങ്ങൾ കൈവിട്ടു പോയതോടെ പുതിയ നാടകം. മാധ്യമങ്ങൾക്ക് മുന്നിൽ DK പൊട്ടിക്കരഞ്ഞു. ಯಾವ ಫ್ಯಾಮಿಲಿನೂ ಡೈಜೆಸ್ಟ್ ಮಾಡ್ಕೊಳ್ಳೋಕೆ ಸಾಧ್ಯ ಇಲ್ಲ. ಪೊಲೀಸ್ ಕಮಿಷನರ್ ಅವರು ನನಗೆ ಇಮಿಡಿಯೇಟ್ ಆಗಿ 10 minutes ಅಲ್ಲಿ ಕ್ಲೋಸ್ ಮಾಡ್ಸಕ್ಕೆ ಮಾಡಿ ಅಂತ ಹೇಳಿದ್ರು. ಇಮಿಡಿಯೇಟ್ ನಾನು ರಶ್ ಮಾಡಿದೆ ಅಲ್ಲಿಗೆ. ಪಾಪ ಅವ್ರ ಪೊಲೀಸ್ ಕಮಿಷನರ್ ಬಂದು ಹೇಳಿದ್ರು. കുട്ടികൾക്കടക്കം പരിക്കേറ്റ കാഴ്ച സഹിക്കാനാകുന്നില്ല. പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് വിവരമറിയുന്നതെന്നും DK ശിവകുമാർ. ಎಲ್ಲ ಜನರಿಗೂ ಕೂಡ ಇದು ಬಹಳ ಇದನ್ನ ತಡ್ಕೊಳಕ್ ಆಗ್ತಾ ಇಲ್ಲ ಈ ಸಂಭ್ರಮ. ಇದು ನಾನು ಇಲ್ಲಿ ಒಬ್ರು ಇಬ್ಬರ ಮೇಲೆ ತಪ್ಪು ಅಂತ ನಾನು ಹೇಳಕ್ಕಾಗಲ್ಲ. ನಾವು ಡೆಫಿನೆಟ್ ಅದನ್ನ ಪರಿಶೀಲನೆ ಮಾಡಲೇಬೇಕಾಗಿದೆ. സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് പ്രത്യക്ഷത്തിൽ തെളിഞ്ഞിട്ടും ഇപ്പോഴും ഉത്തരവാദികൾ ആരാണെന്ന ചോദ്യമുയർത്തുകയാണ് സർക്കാരും RCB ടീം മാനേജ്മെന്റും. പരസ്പരം പഴിച്ചാരിയാൽ തീരുന്നതല്ല ദുരന്തത്തിന്റെ വ്യാപ്തി. ഉത്തരവാദിത്തത്തിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാനാകില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രാഹുൽ ഗാന്ധിയുടെ നിലപാട് തള്ളി ശശി തരൂർ MP. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ശശി തരൂർ പറഞ്ഞു. മോദിക്കെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച പരിഹാസം സംബന്ധിച്ച ചോദ്യത്തോടായിരുന്നു ശശി തരൂരിന്റെ മറുപടി. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ട്രംപ് മോദിയെ വിളിച്ച് എല്ലാം നിർത്താൻ ആവശ്യപ്പെട്ടുവെന്നും മോദി അത് അക്ഷരം പ്രതി അനുസരിച്ചുവെന്നും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു.